ഹായ് പുരുളിക്ക് എല്ലാവരും സോട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ല ടൈസ്. അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് പൂട്ടിയിട്ടുണ്ട് ടൈസ്. ഇവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കണ്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഒരു ചെറുതായിട്ട് ഒരു ഇൻഫോർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് നമ്മളെ വീഡിയോ എടുക്കുന്നത്. എന്താ കാരണം വെച്ചാലേ കുറച്ച് പേർക്ക് അറിയില്ല നമ്മുടെ മെയിൽ ഐ ഡി എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മുടെ ഇമ്പോർട്ടൻ്റ് ഫയൽസ് വല്ലതും ഉണ്ടെങ്കിൽ അതായത് റിക്കവറി ചെയ്യുന്ന സമയത്ത് നമ്മൾ മൊബൈൽ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ടാവണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറയുന്ന സ്റ്റെപ്സ് കറക്റ്റായി ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്കത് ആ പ്രശ്നത്തിന് തന്നെ ഒന്ന് പിന്മാറുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതായത് മൊബൈൽ നമ്പർ നമ്മൾ ആഡ് ചെയ്യണം മുമ്പ് നമ്മൾ റിക്കവർ ചെയ്തിട്ട് നടക്കില്ലല്ലോ. നടക്കുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് വേണം, ആദ്യം തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത അപ്പം തന്നെ നമ്മൾ മൊബൈൽ നമ്പർ ആഡ് ചെയ്യണം. അതാണ് ബുദ്ധിപൂർവ്വം കളിക്കണം ഗൈസ്, അല്ലേ? നമുക്ക് അപ്പോൾ ആ വീഡിയോയിലേക്ക് പോയാലോ? ഇന്ന് പോണേ, നാളെ പോയ പോരെ. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. ഇന്നൊന്നും പോകണ്ട, നാളെ പോവാ കേട്ടോ. നാളെ എന്തായാലും നമ്മൾ അടിപൊളി വീഡിയോ വരുന്നതായിരിക്കും ഗൈസ് കേട്ടോ. ഇന്ന് പോകണ്ട അല്ലേ? മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യണത് എങ്ങനെയാണ്? നമുക്ക് ഇന്ന് പോകണം വേണ്ടല്ലോ. പിന്നെ എപ്പോൾ പോകണം ഗൈസ് പറയൂ. അപ്പം നിങ്ങളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യട്ടോ. ഇന്ന് മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യണോ, ആ വീഡിയോ വേണോ അതോ നാളെ വേണോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ ഗൈസ്. അയ്യോ എനിക്ക് വയ്യ കേട്ടോ ഗൈസ്. അപ്പം അവിടെ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ പിന്നെ എന്താ ഞാൻ പറയാനുള്ളത്? പിന്നെ അടിപൊളി നമ്മൾ വീഡിയോസൊക്കെ നല്ലപോലെ വരുന്നതായിരിക്കും കേട്ടോ ഗൈസ്. നമ്മൾ പവറാവും ഗൈസ്, പവർ കേട്ടോ. നമ്മൾ പവറാവും ഗൈസ് കേട്ടോ. അപ്പം നമുക്കെന്താ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ പിന്നെ ഞാൻ മെയിൽ ഐ ഡിൻ്റെ കാര്യം പറഞ്ഞു. ഇന്നത്തെ വീഡിയോ അല്ല കേട്ടോ അത്. കാരണം കുറച്ച് ആൾക്കാർക്ക് മെയിൽ ഐ ഡി ഒന്നും ക്രിയേറ്റ് അറിയില്ല. അതായത് അറിഞ്ഞാൽ കൂടെ അതെങ്ങനെ റിക്കവർ ചെയ്ത് എങ്ങനെ എടുക്കണമെന്ന് അതുപോലും അറിയില്ല. നമ്മൾ മൊബൈൽ നമ്പർ ആഡ് ചെയ്താലല്ലേ നമുക്ക് റിക്കവറിയുള്ള പെർമിഷൻ കിട്ടൂ. അതായത് ആക്സസ് ചെയ്യാനുള്ളൊരു കോഡ് കിട്ടുള്ളൂ. അതാ പറഞ്ഞ കേസ്. അതായത് മെയിൽ ഐ ഡി നമ്മുടെ മുഖ്യമാണ്. കാരണം നമ്മുടെ ചാനലായിക്കോട്ടെ എന്തായിക്കോട്ടെ, നമ്മളൊരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പാസ്വേഡ് മറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ പെട്ടു എന്ന് തന്നെ പറയാം. കാരണം നമ്മുടെ ഞാനിപ്പോൾ പറയാനില്ല. കാരണം പണ്ടേ നമ്മളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യേണ്ട, അതിൽ കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു, അതായത് സബ്സ്ക്രൈബ്സ് ഉണ്ടായിരുന്നു. ആ ചാനൽ പോയതാണ് നമ്മുടെ പ്രശ്നം കേട്ടോ. കാരണം അത് നമ്മുടെ തെറ്റ് കൊണ്ടാണ് അത് പോയത്. കാരണം എന്താണ്, മെയിൽ ഐ ഡി നമ്മൾ ലോഗ് ഔട്ട് ആയിക്കഴിഞ്ഞു. റിക്കവർ ചെയ്യാൻ സമയത്ത് മൊബൈൽ നമ്പർ ആഡ് ചെയ്തിട്ടുമില്ല. എങ്ങനെ റിക്കവറി? അതായത് മൊബൈൽ നമ്പർ മാത്രമല്ല, നമ്മുടെ മെയിൽ ഐ ഡിയും കൂടി ആഡ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ആ റിക്വസ്റ്റ് ചെയ്യാനുള്ള വൺ ടൈം പാസ്വേഡ് അതിലേക്ക് വരും. നമുക്ക് അത് വെച്ച് ആക്സസ് ചെയ്തോട്ടെ. അതാ പറയണ ഗൈസ്. അതായത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. അതായത് നമ്മുടെ തോന്നിയവസം കാട്ടുകയാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അതാ പറഞ്ഞത്, അങ്ങനെ ഒരു തോന്നിയവസമാണ് നമ്മൾ ഒരു 3 വർഷം മുമ്പ് നമ്മൾ കാട്ടിയത്. അതാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് ഗൈസ്. പണ്ടത്തെ ചാനൽ അയ്യോ ഒന്നും പറയുന്നില്ല. അതിനി മറക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ ഒന്നും മറക്കണില്ല ഗൈസ്. മറക്കാൻ ശ്രമിച്ചിട്ട് മറക്കണില്ല. അപ്പോൾ അതാണ് പറയണം. അതാണ് ഏറ്റവും നമ്മൾ എടുത്തിട്ട് വരാൻ കാരണം കേട്ടോ. അതാണ് കേട്ടോ. കാരണം മെയിൽ ഐ ഡി, അതായത് ആ മെയിൽ ഐ ഡി ഇമ്പോർട്ടൻസ് കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തു. ആ ചാനൽ അങ്ങനെ അപ്ലോഡ് ചെയ്ത് വന്നിട്ട് ലാസ്റ്റ് സുപ്രഭാതത്തിൽ ആ ലോഗ് ഔട്ടായി. എങ്ങനെ റിക്കവർ ചെയ്യും? എങ്ങനെ റിക്കവർ ചെയ്യും? പറ്റില്ല.
ആ മൊബൈൽ നമ്പർ ഇല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതായത് മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ മെയിൽ ഐ ഡി ആഡ് ചെയ്തിട്ടുണ്ടാവണം. അതാ പറയുന്നത്. കാരണം എനിക്ക് വന്ന ബുദ്ധിമുട്ട് ഞാൻ നിങ്ങൾക്ക് ആർക്കും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ മെയിൽ ഐ ഡിയിൽ മൊബൈൽ നമ്പർ ആഡ് ചെയ്യാൻ പറയാം കേട്ടോ ഗൈസ്. വേറെ ഒന്നും വിചാരിക്കില്ല കേട്ടോ. കാരണം നമ്മുടെ ബുദ്ധിമുട്ട് പണ്ട് നമ്മളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഹലോ ഗൈസ് പറഞ്ഞ് നടന്നാണ്. കാരണം അത് പോകാൻ കാരണം അതാണ്. കാരണം റിക്കവറി മൊബൈൽ നമ്പർ ആഡ് ചെയ്തിട്ടില്ല. ഞാൻ എന്ത് ചെയ്യും? മൊബൈൽ നമ്പറും ആഡ് ചെയ്തിട്ടില്ല, മെയിൽ ഐ ഡിയും ആഡ് ചെയ്തിട്ടില്ല. ഞാൻ എങ്ങനെ അത് റിക്കവറി ചെയ്യും? പറയും നോക്കട്ടെ. എൻ്റെയൊക്കെ അവസ്ഥ ഗൈസ്, ഒന്നും ഗതി പെടുത്താൻ വരാത്ത ഒരവസ്ഥയാണ് എൻ്റെ. എങ്ങനെയും ഗതി പെടുത്തില്ല. പക്ഷേ ഇതിങ്ങനെ നമ്മൾ ഗതി പെടുത്തണം അല്ലേ? എന്താ ഇപ്പുറത്തെ ചാനലെങ്കിലും നമ്മൾ പറക്കണം അല്ലേ? 4 വർഷം മുമ്പ് അത് പൊക്കോട്ടെ, പോയത് പോയി. ഇനി നമ്മൾ അതിനെ ആലോചിച്ച് കുറിച്ചിട്ട് കാര്യമില്ല ഗൈസ്. എന്ത് അല്ലേ? പോയത് പോയി. നമ്മൾ ആലോചിച്ച് കുറിച്ചിട്ട് ഒരു കാര്യമില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോഴേ ഞാൻ എൻ്റെ വിഷമം നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, അത് മതി ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ് ചെയ്യണം മറക്കല്ല ഫ്രണ്ട്സ്. ഓക്കെ.